മോളെ ഒരു കാര്യമുണ്ട്. നമ്മൾ ദിവസവും ഭക്ഷണം ഉണ്ടാക്കുന്നു. ഒരിക്കലെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അതിൽ മതിയായ അളവിൽ പോഷകങ്ങൾ ലഭിക്കുന്നുണ്ടോന്ന്? അമ്മേ, നമ്മൾ എല്ലാ ദിവസവും ഇതേ ഭക്ഷണം തന്നെയല്ലേ കഴിക്കുന്നേ? പിന്നെന്താണ് ഒരിക്കലും ഇല്ലാത്തൊരു ചോദ്യം? ഇന്ന് ആ റേഷൻ കടയിലെ രാജുചേട്ടനില്ലേ, അദ്ദേഹം പറഞ്ഞു, നമ്മൾ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ശരിയായ അളവിൽ പോഷകങ്ങൾ ലഭിക്കാറില്ല. അതിനാൽ നമുക്ക് അനീമിയ, നൈറ്റ് ബ്ലൈൻഡ്നെസ് പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചേട്ടാ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? സഹോദരി, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തിയാൽ മാത്രം മതി. സാധാരണ കുട്ടികളിലും സ്ത്രീകളിലുമാണ് പോഷകക്കുറവ് കണ്ടുവരുന്നത്. കാരണം അവർ ദിവസേന കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ആവശ്യമായ അളവിൽ സൂക്ഷ്മ പോഷണങ്ങൾ ലഭിക്കാറില്ല. ഇപ്പോൾ സർക്കാരിന്റെ പദ്ധതി പ്രകാരം ഫുഡ് ഫോർട്ടിഫിക്കേഷനിലൂടെ, അതായത് അരി, ആട്ട, ഉപ്പ്, പാൽ, പാചക എണ്ണ എന്നിവയിൽ സൂക്ഷ്മ പോഷകങ്ങൾ, അതായത് അയൺ, ഫോളിക് ആസിഡ്, വൈറ്റമിൻ B12, അയോഡിൻ, സിങ്ക്, വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും എന്നിവയെല്ലാം ശരിയായ അളവിൽ ചേർത്ത് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നു. അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ ഫോർട്ടിഫൈഡ് അരിയാണ് ലഭിക്കുന്നത്. ഓ, ഇത് വളരെ നല്ല കാര്യമാണല്ലോ അമ്മേ. പക്ഷേ എല്ലാവർക്കും ഈ അരി ഇഷ്ടപ്പെടുവോ? മോളെ, ഫോർട്ടിഫിക്കേഷൻ മൂലം അരിക്ക് മണത്തിലോ സ്വാദിലോ കാഴ്ചയിലോ ഒരു വ്യത്യാസം ഉണ്ടാവുന്നില്ല. പക്ഷേ അമ്മേ, ഇത് സൂക്ഷിക്കുന്നതിലും പാചകം ചെയ്യുന്നതിലും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? മോളെ, സൂക്ഷിക്കുന്ന രീതിയിലും വ്യത്യാസമില്ല, പാചകം ചെയ്യുന്ന രീതിയിലും വ്യത്യാസമില്ല. നമ്മൾ സാധാരണ അരി ഉപയോഗിക്കില്ലേ, അതുപോലെ തന്നെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ആണോ? ആ മോളെ, നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ആരോഗ്യവും ഉന്മേഷവും നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതിലും വലിയ കാര്യം എന്താണ്? ശരിയാണ്, അമ്മ പറഞ്ഞത് വളരെ ശരിയാണ്.